അപ്പോൾ ഹലോ എവരിവൺ, എല്ലാവർക്കും ചാനലിലേക്ക് പിന്നെയും സ്വാഗതം. ഇത് ഒരേ ദിവസം തന്നെ ഞാൻ റെക്കോർഡ് ചെയ്യണം, വേറെ ഒന്നുമല്ല, എല്ലാം കൂടി കുറേ ദിവസം അടുപ്പിച്ച് റെക്കോർഡ് ചെയ്യാനാണ് എളുപ്പം എനിക്ക്. ഞാൻ ഇനി അല്ലാണ്ട് 2-3 ദിവസം ഗ്യാപ്പിട്ട് റെക്കോർഡ് ചെയ്യണേക്കാളും ബെറ്റർ ഇതായിരിക്കും എന്ന് തോന്നി, അതുകൊണ്ട് ചെയ്യുന്നു. ഇപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ദിവസമായിട്ട് അപ്ലോഡ് ചെയ്യാമല്ലോ. ഇപ്പോൾ ഇപ്പം ഞാൻ റിയാക്ട് ചെയ്യാൻ പോണത് ഈ വർഷം വന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഹൈപ്പുള്ള ഒരു സിനിമയാണ് കൂലി. അതായത് പലരും കൂലി എന്ന് പറയുന്നുണ്ട്, ഞാൻ കൂലി എന്നാണ് പറയുന്നത്. വായിക്കാറും അങ്ങനെയാണ്. അതുകൊണ്ട് ഇപ്പോൾ ലോകേഷ് കനകരാജ് നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് പടമാണ്. ഇതിലപ്പോൾ കുറച്ച് സമയം മുമ്പ് രജനീകാന്തിന്റെ ഒരു പിറന്നാളിന്റെ സമയമൊക്കെ ഇപ്പോൾ ഒരു ചിക്കിട്ട് വൈബ് എന്ന് പറയുന്ന സാധനം, ഒരു പാട്ടിന്റെ ഒരു ഗ്ലിംസ് വരി വന്നിരുന്നു. അന്ന് ആ ഒരു സംഭവം കേട്ടിട്ട് കുറെ ഞാൻ ചിരിച്ചിരുന്നു. കാരണം അത് അനിരുദ്ധാണ് മ്യൂസിക് ചെയ്തേക്കണെന്നുണ്ടെങ്കിൽ പോലും അനിരുദ്ധ് നമ്മുടെ ചിമ്പുവിന്റെ അച്ഛനുണ്ട്, അതായത് ടി രാജേന്ദ്രൻ. അപ്പോ ആളുടെ ഒരു ഇന്റർവ്യൂവിൽ ഒരു സീക്വൻസ് എടുത്തിട്ട് അത് റീമിക്സ് ചെയ്തേക്കണെയാണ് എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. പാട്ടിനെ പറ്റി വലിയ ഐഡിയ ഒന്നും എനിക്കില്ല. പക്ഷെ ആള് നല്ല വിറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ സാധനം കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോ അതാണ് ആദ്യത്തെ സിംഗിൾ എന്ന് ഞാൻ കൈൻഡ് ഓഫ് പ്രതീക്ഷിച്ചിരുന്നു. അത് തന്നെയാണ് ആദ്യത്തെ സിംഗിള്. അപ്പോ ഞാൻ കേട്ടിട്ടില്ല. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയാൻ വിട്ടുപോയതാണ്, പക്ഷെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നു, വീഡിയോയിൽ എന്തെങ്കിലും ഒരു ട്രാൻസ്പെറൻസിയോ അല്ലെങ്കിൽ ഒരു പിച്ചിൽ എന്തെങ്കിലും ഒരു, അതായത് ഓഡിയോന്റെ, അതായത് റിയാക്ട് ചെയ്യുന്ന ഞാൻ ഈ ചെയ്യുന്ന വീഡിയോന്റെ പിച്ചിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ കോപ്പിറൈറ്റ് അടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന പരിപാടിയാണ്. വേറെ ഒന്നുമല്ല, ചാനൽ തുടങ്ങിയിട്ടു എനിക്കിപ്പോ തന്നെ കോപ്പിറൈറ്റ് ഹാൻഡിൽ ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ടാണ്. അപ്പോ സമയം വഹിക്കുന്നില്ല, തുടങ്ങാം. ചിക്കിട്ട് ഇതിൽ ചിക്കിട്ട് വൈബുന്നില്ല, ചിക്കിട്ടെന്നുള്ളൂ. തുടങ്ങാം. അപ്പോ ചികിട്ട് ഒഫീഷ്യൽ മ്യൂസിക് വീഡിയോ കൂളി, സൂപ്പർ സ്റ്റാർ രജനീകാന്ത്, സൺ പിക്ചേഴ്സ്, ലോകേഷ്, അനിരുദ്ധ്. ആവട്ടെ, സൺ പിക്ചേഴ്സ്. ഫേക്ക് ഡോക്യുമെന്റ് അനിരുദ്ധാണല്ലോ. ശരിയാണ്. ഇങ്ങനെ ടി രാജേന്ദ്ര വൈബ് തലവരുണ്ടാവും പാട്ടില്. ഓക്കെ. ഇവരെ വെച്ച് ഡാൻസ് ഷൂട്ട് ചെയ്തായിരുന്നു. എന്താ പൊന്നോ, ലെജൻഡ്. പാട്ടിന്റെ ഫ്ലോ പ്രെഡിക്റ്റ് ചെയ്യാം, പക്ഷെ രസം ഉണ്ടാക്കുക. ഇതായിരുന്നു ഗ്ലിംസ് സംഭവം. ആ പ്രായമായ മനുഷ്യനെ കൊണ്ട് പാവം ഡാൻസ് കളിപ്പിക്കാൻ തോന്നിയ ലോകേഷേ, ദേ 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 പലർക്കും അറിയില്ല ഒരു സിംബുവിന്റെ സിലംബരസന്റെ അച്ഛനാണെന്നുള്ളത്. അത് STR, ഇത് TR. മാൻ വൈബുണ്ട് കേട്ടോ പാട്ടിന്. ആ ഗ്ലാസ് കൊള്ളാം. ഒരു മിനിറ്റ്, ഞാൻ പോസ്റ്റ് ചെയ്യണമെന്നുള്ളൂ, പക്ഷെ ഇപ്പൊ തന്നെ പ്ലേ ചെയ്യാം. പക്ഷെ എനിക്ക് ഈ പാട്ട് ഈ ഷൂട്ട് ചെയ്തേക്കണ കണ്ടിട്ടും
എൻ്റെ മൈൻഡ് പറയണത് മിക്കവാറും ഈ പാട്ട് തിയേറ്ററിൽ പ്ലേ ചെയ്യുമ്പോൾ ഇതിന്റെ രീതി വ്യത്യാസം ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നൊരു തോന്നലുണ്ട്. കാരണം ഈ പാട്ടിന് ഇവരിപ്പോ ഷൂട്ട് ചെയ്യണ വെച്ചിട്ട് ഒരു പ്രൊമോ സോങ്ങിന്റെ ഒരു വൈബ് തോന്നുന്നു. പ്രൊമോ എന്നല്ല, ഇതിന്റെ എർലി വേർഷൻ ഇപ്പൊ മറ്റേ വിസിൽ പോഡ്, ഇപ്പൊ ഗോട്ടിലെ വിസിൽ പോഡ് കേട്ട ഒരു ഫീല് മാതിരി തോന്നുന്നുണ്ട്. അതായത് പാട്ട് മോശം എന്നുള്ളതല്ല, അതെനിക്ക് വലിയ ഇഷ്ടമായില്ല വിസിൽ പോഡ്, തിയേറ്ററിൽ കേൾക്കാൻ രസം. പക്ഷെ ഇവർ ഈ ഷൂട്ട് ചെയ്യണം ഡാൻസും ഇതൊക്കെ കണ്ടിട്ട് ഒരു തോന്നല്. കാരണം അതില് ശരിക്കുള്ള രജനീകാന്താണല്ലോ ഡാൻസ് കളിക്കണം. അപ്പൊ കണ്ടറിയാം. ചേക്കൻ അറിയാത്ത കാര്യങ്ങളുണ്ട്, പാട്ട്, ഡാൻസ്. രജനിയുടെ ആക്ഷൻ ഇത് പുതിയതാണല്ലോ. സാൻഡി മാസ്റ്റർ. ഇങ്ങോട്ട് ലിയോല് വെറുതെ സൈക്കോ ആയിട്ട് സംഭവങ്ങള രസമുണ്ട് പാട്ട്. എന്റെ പൊന്നോ, തലവര് ഇങ്ങനെയൊക്കെ സ്റ്റെപ്പിടുവോ? ഇങ്ങനെ സ്റ്റെപ്പുകളൊക്കെ രജനി അത് കളിക്കുന്ന തോന്നുന്നുണ്ട്. എന്റെ പൊന്നോ, ഓഗസ്റ്റ് 14 ഈ പടം എന്തായാലും തിയേറ്ററിൽ പോയി ഫസ്റ്റ് ഡേ തന്നെ കണ്ടിരിക്കും ഞാൻ, അത് ഉറപ്പാണ്. ഞാൻ ഈ വീഡിയോന്റെ ആദ്യം പറഞ്ഞാൽ തന്നെ എനിക്ക് ഭയങ്കര ഒരു ഹൈപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ വർഷം ഭയങ്കര ഒരു എക്സ്പെക്ടേഷൻ ഉള്ള സിനിമകളിൽ ഒന്നാണ് കൂളി. വേറെ ഒന്നും കൊണ്ടല്ല, ലോകേഷ് കനകരാജ് പടം പിടിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ചെയ്തു വെക്കും. ഇപ്പോ ലാസ്റ്റ് ഇപ്പൊ ലിയോ ചെയ്തു, എനിക്ക് ലിയോ മോശമായിട്ടൊന്നും തോന്നിയില്ല. അതിൽ ഫ്ലാഷ് ബാക്ക് സീക്വൻസ് ഇത്തിരി നന്നാക്കാമായിരുന്നു എന്ന് തോന്നിയെന്നുണ്ടായാലും മോശമായിട്ടൊന്നും തോന്നിയില്ല. അതിൽ പ്രത്യേകിച്ച് സാൻഡി, ഇപ്പൊ ഇതിൽ കണ്ട സാൻഡി മാസ്റ്ററുടെ ഒക്കെ പെർഫോമൻസ് ആണെങ്കിൽ നല്ല രസമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഹിസ്റ്ററി ഓഫ് വയലൻസ് എന്ന് പറഞ്ഞ സിനിമ എടുത്ത് അഡാപ്റ്റ് ചെയ്ത കാരണം രസമുണ്ടായിരുന്നു. ഇപ്പൊ ഈ സിനിമയിൽ പല ക്യാമിയോയും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. നാഗാർജുന, ഉപേന്ദ്ര, നമ്മുടെ സൗബിനൊക്കെ സിനിമയിലുണ്ട്. അപ്പോ ഹൈപ്പ് ഉണ്ട് സിനിമ കാണാനായിട്ട്. ഓഗസ്റ്റ് 14 അന്ന് തന്നെയാണ് വാർ 2 വരുന്നത്. 2 പടവും ഒരു ദിവസം കാണേണ്ട അവസ്ഥയാണ്. എന്തായാലും പാട്ട് നൈസായിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നത് പലർക്കും ആദ്യത്തെ ഒരു പ്രാവശ്യം കേൾക്കുമ്പോൾ വൈബ് തോന്നണമെന്നില്ല. എനിക്ക് പലപ്പോഴും ചില പാട്ടുകൾ തോന്നാറുണ്ട്. എന്നാൽ ഈ പാട്ട് എനിക്ക് ഇഷ്ടമായി. പലർക്കും ഈ പാട്ട് ചിലപ്പോൾ ആദ്യം ഇഷ്ടമാണെന്നില്ല. പക്ഷെ ഞാനിപ്പോൾ തന്നെ പറയാം, നിങ്ങൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കി ഇതൊക്കെ തന്നെയായിരിക്കും, ഈ പാട്ട് തന്നെയായിരിക്കും നോക്കും. മോസ്റ്റ് ഓഫ് ദ ടൈം ഇതൊക്കെ തന്നെയായിരിക്കും ഉണ്ടാവാറ് സോഷ്യൽ മീഡിയയിൽ. എന്തെങ്കിലും ഒരു പാട്ട് വരും, അത് ആദ്യം ആൾക്കാർക്ക് ഇഷ്ടമായില്ല, നെഗറ്റീവ് റിവ്യൂ പറയും, അല്ലെങ്കിൽ അഭിപ്രായം പറയും, പിന്നീട് അത് തന്നെയായിരിക്കും സോഷ്യൽ മീഡിയ കുറച്ച് സമയത്തേക്ക്. എന്തായാലും പാട്ട് കൊള്ളാം, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോ ചിക്കിട്ട് സംഭവം കൊള്ളാം. ഈ പാട്ട് ഇതൊരു ഇന്റർവ്യൂവിന്റെ ഒരു സീക്വൻസ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ഈ പാട്ടിന്റെയും ഇന്റർവ്യൂവിന്റെയും സീക്വൻസിന്റെ ആ ഒരു ലിങ്ക് വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതും ഒന്ന് കണ്ടു നോക്കും. ഒരു കോമഡി നമ്മൾ ആലോചിച്ചു പോകും. അങ്ങനെ ഒരു ചെറിയൊരു സംഭവം എടുത്തിട്ട് ഒരു പാട്ടാക്കണം, എത്രത്തോളം ഒരാളുടെ ഉള്ളിൽ ക്രിയേറ്റിവിറ്റി വേണം എന്നുള്ളതുണ്ടല്ലോ, സമ്മതിക്കണം. എന്തായാലും സംഭവങ്ങളാ, കാത്തിരിക്കുന്ന സിനിമയാണ്, പുളി, കണ്ടറിയാം. അപ്പോ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ വീഡിയോ. അപ്പൊ അടുത്ത വീഡിയോയിലാണ്. ശരി.